അഭിമന്യുവിനെ സ്കൂളിൽ അയക്കണം. ഇല്ല. ക്ലാസ്സിലൊരു കുട്ടി കുറയുന്നത് കൊണ്ട് പറയുകയല്ല. വേറെ ഏതെങ്കിലും കാരണം കൊണ്ടാണ് അഭിമന്യുവിന് വിടാത്തതെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ കാരണം ഞാനാണ്. അതുകൊണ്ട് പറയുകയാണ്, എന്റെ തെറ്റിന് എന്നെ ശിക്ഷിച്ചോളൂ. രക്ഷിക്കാനും ശിക്ഷിക്കാനും ദൈവത്തിന്റെ ഉദ്യോഗം എനിക്കില്ല. ഇനി അവനെ ആ സ്കൂളിലേക്ക് അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മോനകത്ത് പോ. ചെല്. പോ. അവകാശം ഉന്നയിക്കാൻ വേണ്ടി പറയുകയല്ല. ഞാനും അവനുമായിട്ടുള്ള ബന്ധം ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. എങ്കിലും എന്താ ഭീഷണിയാണോ? ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഞാൻ അവനെ സ്കൂളിൽ അയക്കുന്നില്ലെന്ന്? എന്നിൽ നിന്ന് അവനെ വേർപിരിക്കാൻ ആരും ശ്രമിക്കണ്ട. ഞാനതിന് സമ്മതിക്കില്ല. ഇല്ല, സാറെന്നെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. എന്റെ മുമ്പിൽ കരയണ്ട. എനിക്കത് കാണുകയും വേണ്ട. എന്തർത്ഥത്തിൽ പറഞ്ഞാലും ശരി, ഇനി അവൻ ആ സ്കൂളിൽ വിടുന്ന പ്രശ്നമില്ല. ക്ഷമിക്കണം, എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. സാർ, ഞാൻ പഴയ അപർണയല്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്ക്, എന്റെ അഹങ്കാരത്തിന് ഞാനിന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസമാധാനത്തോടെ കിടന്നുറങ്ങിയ ഒരു രാത്രി പോലും എനിക്ക് ഓർമ്മയില്ല. അവനെ കാണുമ്പോൾ എന്റെ മനസ്സിന് അല്പ സമാധാനം ലഭിക്കുമെങ്കിൽ അതിനെന്നെ അനുഭവിച്ചുകൂടെ? വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ അഭിനയിക്കാൻ സമർത്ഥയാണ്. ഇനി നീ പറയുന്നത് സത്യമാണെങ്കിൽ കൂടി ഞാൻ ഇനി അവനെ അയക്കില്ല. കാരണം രക്തബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ച് എനിക്കറിയാം. ക്രമേണ അവൻ എന്നെ മറന്നു വരാം. ഞാൻ സ്വാർത്ഥനാണെന്ന് വിചാരിച്ചോളൂ. ഞാൻ ഈ നാട് വിടുന്നതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവനെ അന്വേഷിച്ച് ഇവിടെ വരരുത്. അത് മിസ് ആ സ്കൂളിൽ നിന്ന് പോവുക. മിസ്സിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ. ഫീസ് കൗണ്ടറിൽ അടച്ചോളൂ. പറഞ്ഞില്ല. Annie, don't go that side. Come here. Come. You sit here, okay? Now all of you will come here. Hello, my dear. Don't touch me, please. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഞാൻ കള്ളനോ കൊള്ളക്കാരനോ ഹൈജാക്കറോ ഒന്നുമല്ല. ഇവന്റെ പപ്പയാണ്. His daddy, നായർ ജഗദീഷ് മിസ്റ്റർ ജഗദീഷ് നായർ.
ഇവൻ മാസ്റ്റർ ജഗദീഷ്, ജഗദീഷ് ജൂനിയർ അല്ലേ മോനെ? കണ്ടോ, എന്നെ പോലെ തന്നെ എന്റെ മകൻ. ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ ആയിരുന്നെന്ന് അമ്മ പറയാറുണ്ട്. അച്ഛനെ കണ്ട കലി ഇളകുന്നു. നിങ്ങൾ ആ കുട്ടിയെ വിടൂ. വിടാം. നിങ്ങൾ ആരാ? ഇവിടെ എന്താ കാര്യം? പറഞ്ഞത് കേട്ടില്ലേ? മനസ്സിലായില്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനിവിടെ പറഞ്ഞല്ലോ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം. FATHER, ഫാദർ. പള്ളിയിലെ അച്ഛനല്ല, കൗസല്യ എന്നല്ലേ പേര്. സ്കൂളിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു കുട്ടികൾ കൗസല്യ ടീച്ചറിനോട് പിക്നിക്കിന് പോയിരിക്കുകയാണെന്ന്. കൗസല്യ സുപ്രചാരാമ പൂർവ സന്ധ്യാ പ്രവർത്തത. കേട്ടിട്ടില്ലേ സുപ്രഭാതം? MS സുബ്ബലക്ഷ്മിയുടെ. 4 കൊല്ലം മുമ്പ് നാട് വിട്ടതാ. മെർച്ചന്റ് നേവി ചേർന്നു. ഇപ്പോ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. 3 കൊല്ലം ഇവൻ എന്നെ അറിയാതെ വളർന്നു. ഇനി അച്ഛനും മകനും ഒന്നാകാൻ പോവുകയാണ്. അല്ലേ മോനെ? ഏയ് നോട്ടി. കൂട്ടുകാർക്കെല്ലാം കൊടുക്കണം. Come on. Come on. വരട്ടെ. നോ. May I come in? No. Yes, coming. ആരണാവോ? മനസ്സിലായില്ല. നാടകം ബുക്ക് ചെയ്യാൻ വേണ്ട തന്നെ. എന്താ ഇപ്പൊ ഇങ്ങനെ പെരുമാറണേ? തീപ്പെട്ടില്ലേ? എന്നാ നാടകം? എവിടെയാ സ്ഥലം? ആരാ നടത്തുന്നത്? ക്ലബോ സൊസൈറ്റിയോ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ അദീന തിയേറ്റേഴ്സിന്റെ പാർട്ണറാ. ഞങ്ങളുടെ ലേറ്റസ്റ്റ് നാടകം അപർണ. 2 മാസത്തേക്ക് എല്ലാ ഡേറ്റ്സും ബുക്കഡാ. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നാടകം ബുക്ക് ചെയ്യാനൊന്നും വന്നതല്ല. ഏതിയുടെ സുഹൃത്താ. അമേരിക്കയിൽ നിന്ന് ഇന്നലെ വന്നു. അയ്യോ, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അവിടെ മ്യൂസിക് കമ്പോസിംഗ് നടക്കുക. ഞാനൊന്ന് കാണുന്ന വിരോധമില്ല. അതിനിപ്പോ എന്താ, കാണാലോ. സാർ, ഞാനിപ്പോ ഇതിന്റെ ഈ മറ്റേ ഒരു മനസ്സിലായി. പരിഭ്രമിക്കണ്ട. പാർട്ട്ണറാണെന്ന് പറഞ്ഞല്ലേ. ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഏതിയോട് പറയാനില്ല. പോരെ? എന്റെ അമ്മേ. ജി മൈനർ. സാറിന്റെ ഫ്രണ്ടാ, അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുക. നമസ്കാരം. ഞാനാണ് മ്യൂസിക് ഡയറക്ടർ ബോസ്. മനസ്സിലായി. എന്താ നിർത്തിക്കളഞ്ഞത്? തുറന്നോളൂ. ഷൈൻ ചെയ്യല്ലേ, ഷൈൻ ചെയ്യല്ലേ. എന്താ പറഞ്ഞേ? അല്ല ഒന്നുമില്ല. പിന്നെ അമേരിക്കയിൽ മഴയൊക്കെ ഉണ്ടോ? ഇല്ല, അവിടെ ഇപ്പൊ വിന്ററാ. അപ്പൊ അവിടെ ചൂടല്ലേ? ഓ, ഇവിടെ എന്താ ചൂട്? ചൂടല്ല, വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ്. എന്താ ചെയ്യ? അതുപോട്ടെ അമേരിക്കയിൽ ഇപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെയാണോ? ഇപ്പൊ മാത്രമല്ല, അവിടെ എപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെ. ഞാൻ കൂടെ ഇത് കേൾക്കുന്നതിൽ വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപാട് കാലങ്ങളായി. ഞാനിതിലൊന്ന് തട്ടിമുട്ടി നോക്കിക്കോട്ടെ. ഓ, താങ്ക് യു.
സ ഗ ഗ സ സ നി നി സ സ ഗ ഗ മ ഗ ഗ മ മ മ മ മ മ മ മ ഗ പ ദ ദ ദ ദ ദ ദ ദ ദ ദ മ ദ നി 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 ധ നി സ സ ഗ മ ഗ സ നി സ ധ നി മ ദ ഗ മ സ ഗ മ ധ നി സ ഗ മ ഗ സ നി സ നി നി സ ധ ധ നി മ മ ധ ഗ ഗ മ സ ഗ മ ധ നി സ സ ഗ മ ധ നി സ സ ഗ മ ധ നി സ. ഹലോ, നീ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. വാ, നമുക്ക് താഴെ ഇരുന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഈ നാട്ടിലെത്തി. ഹോട്ടൽ പ്രസിഡന്റിൽ ഒരു മുറിയെടുത്തു. നിന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന കരുതി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. യു ആർ സോ ഫേമസ്. അവൾ മരിച്ചെന്നറിഞ്ഞപ്പം അല്പം വേദന തോന്നി. ഒരു സുഹൃത്ത് എന്നെ വിവരം അറിയിച്ചു. കുറച്ചാൾ ഒരുമിച്ച് കഴിഞ്ഞല്ലേ. 15 ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അമേരിക്കയിലേക്ക്. പോകുമ്പം എന്നോടൊപ്പം എൻ്റെ മകനും ഉണ്ടാവും. അഭിമന്യുവിനെ ഞാനിന്ന് രാവിലെ കണ്ടു. ഈ സ്മാർട്ട് മിടുക്കൻ. ആ ക്രെഡിറ്റ് നിനക്കുള്ളതാണ്. സ്വന്തം അച്ഛന് കഴിയാത്തത് നിനക്ക് സാധിച്ചു. ഞാൻ പോട്ടെ. പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അമേരിക്കയിലേക്ക്. പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ മകനും ഉണ്ടാവും. ഡാഡി എന്തിനാ കരയുന്നത്? ഏയ്, ഒന്നുമില്ല. ഡാഡി കരഞ്ഞില്ലല്ലോ. മോൻ ഉറങ്ങിക്കോ. നോണ, ഡാഡി കരയാ.